വടക്കാഞ്ചേരി പീഡനക്കേസിൽ പരാതിക്കാരിയുടെ മൊഴിയെടുത്തു. ASP പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മൊഴി രേഖപ്പെടുത്തിയത്. അതേസമയം കേസ് അന്വേഷിക്കുന്ന പോലീസ് സംഘം CPMന്റെ താളത്തിനൊത്ത് തുള്ളുകയാണെന്ന് അനിൽ അക്കര MLA ആരോപിച്ചു. വനിതാ IPS ഉദ്യോഗസ്ഥർ ഒഴികെയുള്ളവരെ സംഘത്തിൽ നിന്ന് മാറ്റണമെന്നും അനിൽ അക്കര ആവശ്യപ്പെട്ടു. രാവിലെ 10 മണിക്കാണ് മൊഴിയെടുക്കൽ തുടങ്ങിയത്. അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്ന പാലക്കാട് ASP G പൂങ്കുഴലി, ആലത്തൂർ CI എലിസബത്ത്, സിവിൽ പോലീസ് ഓഫീസർ പ്രിയ എന്നിവരുടെ നേതൃത്വത്തിലാണ് മൊഴിയെടുത്തത്. ഇതിനിടെ അന്വേഷണ സംഘത്തിന് വിശ്വാസ്യത ചോദ്യം ചെയ്ത് വടക്കാഞ്ചേരി MLA അനിൽ അക്കര രംഗത്തെത്തി. ജില്ലയിലെ ഉന്നതനായ CPM നേതാവിന്റെ നേതൃത്വത്തിൽ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ യോഗം ചേർന്നാണ് അന്വേഷണ സംഘാംഗങ്ങളെ നിശ്ചയിച്ചതെന്ന് അനിൽ അക്കര ആരോപിച്ചു. കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ IPS റാങ്കുള്ള 2 വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം CPMന്റെ ഫ്രാക്ഷൻ അനുസരിച്ച് തുള്ളുന്നവരാണ്. DGPക്ക് കേസിൽ ആത്മാർത്ഥ്യമുണ്ടെങ്കിൽ ഈ 2 വനിതാ IPS ഉദ്യോഗസ്ഥന്മാരെ ഒഴിച്ചുള്ള ബാക്കിയുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരെയും മാറ്റണം. ഗൂഢാലോചന ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഭേദഗതി ചെയ്യാതെ ഈ കേസ് പുനരന്വേഷിക്കുമെന്ന് പറയുന്നത് ഇത് കേരള ഹൈക്കോടതിയുടെ മുന്നിലേക്ക് ഈ വിഷയം കൊണ്ടുപോകാനും ഈ കേസ് എന്നേക്കുമായി അട്ടിമറിക്കാനുള്ള CPMന്റെ തന്ത്രമാണ്. അന്വേഷണ സംഘം പുനഃസംഘടിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നാളെ DGPക്ക് പരാതി നൽകുമെന്നും അനിൽ അക്കര വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ്, തൃശൂർ. മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞ് പണം തട്ടിയ DYFI പ്രവർത്തകൻ കറുകപ്പള്ളി സിദ്ദിഖിനെതിരെ മറ്റൊരു കേസിലും അന്വേഷണം. 2012 എഴുതിത്തള്ളിയ കേസാണ് അന്വേഷിക്കുന്നത്. എറണാകുളം സ്വദേശിയെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പണവും ബിസിനസ്സും കൈക്കലാക്കിയ കേസിലാണ് പുനരന്വേഷണം. കൊച്ചിയിൽ ബാഗ് വേൾഡ് എന്ന സ്ഥാപനം നടത്തിയിരുന്ന നിസാർ അഹമ്മദ് കറുകപ്പള്ളി സിദ്ദിഖിനെതിരെ നൽകിയ പരാതി 2012 പോലീസ് എഴുതിത്തള്ളിയത്. ബിസിനസ് പങ്കാളിത്തം വാഗ്ദാനം നൽകി നിസാറിനൊപ്പം കൂടിയ സിദ്ദിഖ് 12 ലക്ഷത്തോളം വരുന്ന ഓഫീസ് സാമഗ്രികൾ ആദ്യം കൈക്കലാക്കി. ചതി മനസ്സിലാക്കിയ നിസാറിനെ കമ്പിവടി കൊണ്ടടിച്ച് പരിക്കേൽപ്പിച്ചു. മർദ്ദനത്തിൽ നിസാറിന്റെ കർണപടം പൊട്ടി. കുടുംബത്തെ കൊന്നുകളയുമെന്ന സിദ്ദിഖ് ഭീഷണിപ്പെടുത്തി. പോലീസ് തന്റെ ആളുകളാണെന്നും താൻ എറണാകുളത്തെ പാർട്ടിയുടെ വലിയ ഗുണ്ടയാണെന്നും സിദ്ദിഖ് പറഞ്ഞെന്ന് പരാതിക്കാരൻ മൊഴി നൽകിയിരുന്നു. നിസാറിന്റെ പേരിലുള്ള 2 ചിട്ടികൾ കൈക്കലാക്കിയ സിദ്ദിഖ് ബ്ലാങ്ക് ചെക്കുകളും മുദ്രപത്രങ്ങളും ഒപ്പിട്ട് വാങ്ങിയതായും പരാതിയിലുണ്ട്. നിസാറിന്റെ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ വാസ്തവമാണെന്ന് തെളിഞ്ഞിട്ടുള്ളതിനാൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താമെന്ന് അന്നത്തെ DCRB അസിസ്റ്റന്റ് കമ്മീഷണർ നൽകിയ റിപ്പോർട്ടിനെ തുടർന്ന് സിദ്ദിഖിനെതിരെ FIR രജിസ്റ്റർ ചെയ്തെങ്കിലും പിന്നീട് ഈ കേസ് എഴുതിത്തള്ളുകയായിരുന്നു. റിബിൻ രാജു, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. സർക്കാരിനെതിരെ ഒളിയമ്പുമായി മുൻ DGP TP സെൻകുമാർ. സത്യം എല്ലാ കാലത്തും മൂടിവെക്കാൻ കഴിയില്ലെന്നതിന് തെളിവാണ് താൻ DGP ആയിരുന്ന കാലഘട്ടത്തിൽ മികച്ച ക്രമസമാധാന പാലനത്തിനുള്ള ദേശീയ പുരസ്കാരം കേരളത്തിന് കിട്ടിയത്. തന്നെ സർവീസിൽ നിന്ന് മാറ്റുന്നത് ആദ്യമായിട്ടല്ലെന്നും എത്ര സമ്മർദ്ദമുണ്ടായാലും സത്യത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുമെന്നും TP സെൻകുമാർ പറഞ്ഞു. DGP TP സെൻകുമാർ പോലീസ് മേധാവിയായിരുന്ന 2015-16 കാലഘട്ടത്തിൽ ഇന്ത്യയിലെ മികച്ച ക്രമസമാധാന പാലനത്തിലുള്ള ഇന്ത്യ ടുഡേ ദേശീയ പുരസ്കാരമാണ് കേരളത്തിന് ലഭിച്ചത്. ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിൽ സംസ്ഥാന പോലീസ് മേധാവി DGP ലോക്നാഥ് ബെഹ്റ പുരസ്കാരം ഏറ്റുവാങ്ങി. എന്നാൽ പിണറായി സർക്കാരിന്റെ തുടക്കത്തിൽ തന്നെ TP സെൻകുമാറിനെ പോലീസ് മേധാവി സ്ഥാനത്തു നിന്ന് മാറ്റിയത് അന്ന് വിവാദമായിരുന്നു. തന്റെ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്രമസമാധാനത്തിലുള്ള സംസ്ഥാനമെന്ന ബഹുമതി ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് TP സെൻകുമാർ പറഞ്ഞു. വളരെ സന്തോഷമുണ്ട്. അവാർഡ് ആരെങ്കിലും വാങ്ങിക്കട്ടെ, പക്ഷെ അവാർഡ് ലഭിക്കുക എന്നുള്ളതാണ്. അത് ഏത് പീരീഡിനാണ് ലഭിച്ചതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇതാദ്യമായിട്ടല്ല തന്നെ സർവീസിൽ നിന്നും മാറ്റി നിർത്തുന്നത്. എത്ര സമ്മർദ്ദമുണ്ടായാലും ഭരണഘടനയെയും സത്യത്തെയും മുറുകെ പിടിക്കുക എന്നതാണ് തന്റെ നയം. നമ്മൾ ജോലി ചെയ്തെടുത്തെല്ലാം അതിനുള്ള അംഗീകാരം അവർക്ക് അറിയുന്നവർക്കറിയാം. വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസും ഉന്നത IAS ഉദ്യോഗസ്ഥരും തമ്മിലുള്ള തർക്കത്തെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കാനില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഹിജാസ് അഹമ്മദ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. കേരളത്തിന് കിട്ടിയ ക്രമസമാധാന പാലനത്തിനുള്ള ദേശീയ പുരസ്കാരം UDF സർക്കാരിന് അവകാശപ്പെട്ടതാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. 2015-2016 കാലത്തെ പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കിയായിരുന്നു ഈ പുരസ്കാരം. LDF സർക്കാരിന്റെ കാലത്ത് കൊലപാതകവും പീഡനവും മാത്രമേ നടക്കുന്നുള്ളൂവെന്നും ചെന്നിത്തല പറഞ്ഞു. ഏതായാലും ഇപ്പോൾ ഇന്ത്യ ടുഡേ അവാർഡ് കൊടുത്തത് ഞാൻ കഴിഞ്ഞ 2015-16 അതിലേതായാലും പിണറായിക്ക് അഭിമാനിക്കാനായിട്ടൊന്നുമില്ല. UDF ഗവൺമെൻറ് കാലത്ത് നടന്ന പ്രവർത്തനങ്ങൾക്കാണ് ക്രമസമാധാന നിലയിൽ കേരളം 1ാം സ്ഥാനത്തായത്. കഴിഞ്ഞ 2 വർഷവും 1ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. അന്ന് ഈ എളിയവനായി ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്നു. എൻ്റെ നേട്ടമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കേരള പോലീസിനെ നല്ല നിലയിൽ നയിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇത്തരം പ്രവർത്തനങ്ങൾ തടയാൻ കഴിയുള്ളൂ. ഇന്നിപ്പോൾ എന്താ ഇവിടെ നടക്കുന്നത്? UDF സർക്കാർ നേടിയ ക്രമസമാധാന അവാർഡ് അടിയറ വെക്കേണ്ടി വരുമോ? വടക്കാഞ്ചേരി കേസ് അട്ടിമറിക്കുമെന്ന UDF ആശങ്കയ്ക്ക് പിന്നിലെന്താണ്? പാർട്ടി അന്വേഷിക്കുമ്പോഴും സക്കീർ ഹുസൈൻ പോലീസ് വലയിൽ വീഴാത്തത് എന്തുകൊണ്ട്? സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുകയാണ്. അനിൽ അക്കര
MLA, CPM നേതാവ് A.A. റഹീം, BJP നേതാവ് VV രാജേഷ് എന്നിവർ സൂപ്പർ പ്രൈം ടൈമിൽ ചേരുകയാണ്. ഒപ്പം CR നീലകണ്ഠൻ ടെലിഫോൺ ലൈനിലും. ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ ഇടവേള.